ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൂടെ നോക്കാം. പതിവ് പോലെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ്, പിന്നെ നിങ്ങൾ ഏത് രാജ്യത്തേതാണ് നോക്കുന്നത്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഇതിൽ ചില ജോബ്സിന് സ്പോൺസർഷിപ്പ് ഉണ്ട്, ചിലതിന് സ്പോൺസർഷിപ്പ് ഇല്ല. അതിൽ ഫസ്റ്റ് വൺ ആണ് 4-4 ഫിറ്റർ. സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ കമ്പനി ഏതാണെന്ന് നോക്കാം. ഓട്ടോക്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. സെക്കൻഡ് വൺ ഡോഗ് ആൻഡ് കാറ്റ് ഗ്രൂമേഴ്സാണ്. ഇത് വിത്ത് സ്പോൺസർഷിപ്പ് എന്നവർ ഇവിടെ വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോഗ് ആൻഡ് കാറ്റ് ഗ്രൂമേഴ്സിന് ഇവിടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. കാരണം മനുഷ്യനേക്കാൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെറ്റ്സിനാണ്. അപ്പോൾ അതിന് ഇവിടെ ഓരോ സ്ഥലത്തും പെറ്റുകളെ ഗ്രൂം ചെയ്യുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജോലി കിട്ടുക എളുപ്പമായിരിക്കും. ഇത് 60,000 മുതൽ 73,000 വരെ ഒരു കൊല്ലത്തിൽ സാലറി കിട്ടാവുന്ന ഒരു ജോബാണ്. അപ്പോൾ ഈ ലെവലിൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അവിടെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത്തരം ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ബാർബറാണ്. ബാർബറിനും വിസ സ്പോൺസർഷിപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. കണ്ടോ, ഇവിടെ വിസ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കമ്പനി ഏതാണെന്ന് നോക്കാം. യൂൺ ആൻഡ് കമ്പനി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നേരത്തെ നമ്മളൊരു സ്റ്റെഫാൻ ഫാഷൻസിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. അതുപോലെ ഒരു പുതിയ കമ്പനി യൂൺ ആൻഡ് കമ്പനി. ഇവിടെയും നിങ്ങൾ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ, അതായത് മുടി കട്ട് ചെയ്യാനായിട്ട് അറിയാവുന്നവർക്കൊക്കെ ഇത്തരം ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ഏണിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. അടുത്തത് ഷെഫാണ്. ഷെഫിന് എന്തായാലും വിസ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൽ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷെഫിന് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് ആൻഡ് ഫൺ ടീം. ഹെയർ സ്റ്റൈലിസ്റ്റ് തന്നെയാണ്. ഇത് ബ്ലോബാർ കമ്പനി എന്നാണ് ഈ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പുതിയ ഒരു പേര് കൂടിയായി. ഇവിടെയും നിങ്ങൾക്ക് ജോലി ഉണ്ടോ എന്ന് അവർക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാം. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ജോബിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. വിസ സ്പോൺസർഷിപ്പ് എന്ന് ഒരു ഫസ്റ്റ് പേജിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് റെസ്റ്റോറൻറ്റ് ഫ്ലോർ സ്റ്റാഫാണ്. ഇത് നമുക്ക് വിസ സ്പോൺസർഷിപ്പ് കാണാനായിട്ട് വഴിയില്ല, എങ്കിലും നമുക്കിവിടെ നോക്കാം. ഇതിലും കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ്. മിക്കവാറും ജോലികൾക്കെല്ലാം ഇതുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ജോലികൾക്കൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അടുത്തത് ക്രിയേറ്റീവ് ഫൺ ആൻഡ് ടീം ഹെയർ സ്റ്റൈലിസ്റ്റ്. അഗെയിൻ ബ്ലോബാർ കമ്പനിയുടെ മറ്റൊരു ജോബ് ഇവിടെ കൊടുത്തു. നമ്മൾ നേരത്തെ കണ്ടതാണത്. നെക്സ്റ്റ് ഓട്ടോ ഇലക്ട്രീഷ്യനാണ്. ഇതിൽ ഫസ്റ്റ് പേജിൽ സ്പോൺസർഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കണ്ടോ, അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെയുണ്ട് വിസ സ്പോൺസർഷിപ്പ്. അപ്പോൾ ഓട്ടോ ഇലക്ട്രീഷ്യനായിട്ടും ഇലക്ട്രിക് ഹെവി വെഹിക്കിൾസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ്ഡ് സ്റ്റീക്ക് ഹൗസ് ഗ്രിൽ ഷെഫ്. കണ്ടോ, സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ പേര് വോൾക്കാനോ സ്റ്റീക്ക് ഹൗസ്. നേരത്തെ ഈ കമ്പനിയുടെ ജോലി നേരത്തെയും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റാണ്. അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും 77,000 മുതലാണ് സാലറി ഇവിടെ വരുന്നത്. 81,000 പെർ ഇയറിൽ കിട്ടുന്നത് ഹൈ സാലറി ഉള്ള ഒരു ജോബാണ്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. നെക്സ്റ്റ് ഫുൾ ടൈം ദന്തിസ്റ്റാണ്. നാട്ടിലെ ദന്തിസ്റ്റിന് ഇവിടെ ഒന്നും ഡെന്തിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല, ദന്തൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനേ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ എന്തൊക്കെയോ ഇളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ജോലിക്ക് ചേരാൻ സാധിച്ചേക്കും. അപ്പോൾ ഈ കമ്പനിയും നമുക്കിവിടെ നോക്കാം. കാസിനോ ഡെന്തൽ എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ കാസിനോ ഡെന്തലിലേക്ക് ഇമെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് അവരയച്ചു തരും. അവരുടെ ഫ്യൂച്ചറിലുള്ള ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർക്ക് എപ്പോഴും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ റീലൊക്കേഷൻ അലവൻസും ഉണ്ട്. അപ്പോൾ ECE എന്നുള്ളൊരു ക്വാളിഫിക്കേഷനാണ് അവരോട് ആവശ്യപ്പെടുന്നത്. എങ്കിലും നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് IELTS ഉൾപ്പെടെയുള്ള മറ്റ് യോഗ്യതകളുള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഹൈ സാലറി ഉള്ള ജോബ് തന്നെയാണ് ഇതും.
അടുത്തത് ഷെഫാണ്. ഷെഫിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കമ്പനിയുടെ പേര് മാത്രം നോക്കാം. റോയ് ഹാമോണ്ട് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ജനറൽ പ്രാക്ടീഷണർ, ഡോക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഡോക്ടേഴ്സിന് ഇവിടെ വന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവർക്കൊരു ക്യാപ് കോഴ്സ് ഉണ്ട്. ആ ക്യാപ് കോഴ്സ് കഴിഞ്ഞാലേ ജോലിക്ക് ചേരാനായിട്ട് സാധിക്കുള്ളൂ. നഴ്സിനെ പോലെ തന്നെയാണ് ഡോക്ടറും. ഇവർക്കൊക്കെ രജിസ്ട്രേഷൻ ആവശ്യമുള്ള ജോബാണ്. അതുകൊണ്ട് IELTS 7 അതിന് മുകളിലേക്കും അത്യാവശ്യമാണ്. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഹെൽത്ത് കെയർ ഓസ്ട്രേലിയയാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനെ വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഓറൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഡെന്റിസ്റ്റിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇതുപോലെ ഒരു ക്യാപ് കോഴ്സ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ജോലി കിട്ടി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാപ് കോഴ്സ് ചെയ്യാം. സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഏജ്ഡ് കെയർ, അവരുടെ കമ്പനിയാണ് മെഡ് ഫ്യൂച്ചർ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ്. ഇത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും IELTSന് വേണ്ടി ശ്രമിക്കുക കേട്ടോ. IELTS 7 ആൻഡ് എബോവ് ആണ് അതിനാവശ്യമുള്ളത്. വീണ്ടും ഇവിടെ സ്റ്റെഫാൻ ഹെയർ ഫാഷൻസ് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഹെയർ ഡ്രസ്സറിനെ വിളിച്ചിട്ടുണ്ട്. സീനിയർ ഹെയർ ഡ്രസ്സർ വിസ സ്പോൺസർഷിപ്പ് ഫാസ്റ്റ് ട്രാക്കിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഹെയർ ഡ്രസ്സിങ്ങിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവർ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ടെക്നിക്കൽ സെയിൽസ് സ്പെഷ്യലിസ്റ്റാണ്. ഇവിടെ വിസ സ്പോൺസർഷിപ്പ് ഉണ്ടാവാനായിട്ട് വഴിയില്ല. നമുക്ക് നോക്കാം. ഇവിടെയും ഉണ്ട് വിസ സ്പോൺസർഷിപ്പ് കണ്ടോ. അപ്പോൾ സെയിൽസിൽ ജോലി നോക്കുന്നവർക്ക് ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ കമ്പനിയുടെ പേര് നമുക്കിവിടെ നോക്കാം. ജഗാർഡ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. നെക്സ്റ്റ് സീനിയർ സ്പീച്ച് പാത്തോളജിസ്റ്റാണ്. അതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. കമ്പനിയുടെ പേര് മെഡ് ഫ്യൂച്ചർ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ്. അതായത് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു കമ്പനിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് സാലറി തരുന്നത് ഈ കമ്പനിയായിരിക്കും. അവർക്ക് ശരിയായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് സാലറി ഇവർക്ക് കിട്ടിയിട്ട് ഇവരായിരിക്കും നിങ്ങൾക്ക് സാലറി തരുന്നത്. ഹെവി ഡീസൽ മെക്കാനിക്ക് സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. ഫിസിയോതെറാപ്പിസ്റ്റ് സ്പോൺസർഷിപ്പ് ഉണ്ട്. വിസ സ്പോൺസർഷിപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീനിയർ സോണോഗ്രാഫർ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫ്രണ്ട് ഓഫ് ഹൗസ് ഉണ്ടോ എന്ന് നമുക്കിവിടെ നോക്കാം. തീർച്ചയായിട്ടും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ പേര് കൂടി നോക്കാം നമുക്കിവിടെ. എൻതൈസഡ് തായ് റെസ്റ്റോറൻറ്റ്, ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഫ്രണ്ട് ഓഫ് ഹൗസിൽ ഇവിടെ കസ്റ്റമർ കെയർ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജോലികൾക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇന്നാണ് ഇത്രയും വിസ സ്പോൺസർഷിപ്പുള്ള ജോലി എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്കും ഇതിവിടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you. Bye.